എന്തിന് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ശാക്തീകരണം എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇതിൻ്റെ മറുപടി, സ്ത്രീകൾ 2 തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. വിമൻ ആർ ഡബിളി ട്രബിൾഡ്. ഒന്ന്, ഇന്ത്യയിൽ നിരവധി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാകെ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുന്ന ജനതയുടെ 70% സ്ത്രീകളാണ്. If 100 people live beneath the poverty line, 70 of them are women. Only 30 of them constitute men. അതാണ് സ്ത്രീകളുടെ ജീവിതാവസ്ഥ. വ്യക്തികൾ എന്ന നിലയിലുള്ള ജീവിത ദുരിതങ്ങൾക്ക് പുറമെ സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരനുഭവിക്കേണ്ടി വരുന്ന വലിയ ദുരിതങ്ങൾ കൂടിയുണ്ട് എന്നതുകൊണ്ട് വിമൻ ആർ ഡബിളി ബേർഡൻഡ്. 2 തവണ ദുരിതം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും ആർഷഭാരതത്തിലൊഴികെ സ്ത്രീകൾ എന്നും 2ാം തരം പൗരത്വം അനുഭവിച്ചു പോരുന്നവരാണ്. ഇന്നും സ്ത്രീകൾ 2ാം തരം പൗരത്വമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട്. പുരുഷന് ചെയ്യാൻ കഴിയുന്ന എല്ലാ തൊഴിൽ മേഖലകളിലും പ്രവേശനമുണ്ട്. അമ്മയെപ്പോലെയുള്ള സ്ത്രീകൾ സ്ത്രീത്വത്തിൻ്റെ മഹത്വം ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും സ്ത്രീകളുടെ ജീവിതം വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമെന്ന നിലയിൽ എൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് കൈക്കുഞ്ഞുങ്ങളെ കയ്യിലേന്തിക്കൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടുകൊണ്ടായിരിക്കും. ഗേറ്റിൽ വന്ന് തലകൊണ്ട് ആഞ്ഞടിച്ച് കരഞ്ഞ് എന്നെ രക്ഷിക്കണം, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പറമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഭർത്താവ് എന്നെ തല്ലി വീട്ടിൽ നിന്നിറക്കി എന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീകൾ ധാരാളം. സ്ത്രീകളുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. സാക്ഷരതയും സംസ്കാരവുമുണ്ട് എന്ന് ഞാൻ അഭിമാനിക്കുന്ന കേരള നാട്ടിൽ പോലും നമുക്കറിയാം, സ്ത്രീയും പുരുഷനും തുല്യമായി വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ ഈ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് സ്ത്രീയുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന പെൺകുട്ടികൾക്കറിയാം, 6 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 6:30 കഴിഞ്ഞ് അവർ ഇവിടെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ കൂടി നടന്ന് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നേരെ വരുന്ന പരിഹാസം നിറഞ്ഞ ചില അഭിപ്രായ പ്രകടനങ്ങളും ഗോഷ്ഠികളും പ്രവർത്തനങ്ങളുമൊക്കെ അവരെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. 8 മണി കഴിഞ്ഞോ 9 മണി കഴിഞ്ഞോ അവരുടെ സഹോദരന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമെന്നിരിക്കെ പെൺകുട്ടികൾക്ക് അതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്ത്രീയും പുരുഷനും ഒരേപോലെ അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ്. പക്ഷേ നമ്മുടെ സാമൂഹ്യ ഘടന സ്ത്രീക്ക് ഈ അനുവാദം അക്ഷരാർത്ഥത്തിൽ കൊടുക്കുന്നില്ല. സ്ത്രീ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട് ചവിട്ടി ഞെരിക്കപ്പെട്ട് അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ ധാരാളം കുടുംബങ്ങളിൽ ആധുനിക കേരളത്തിലും നിലവിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് വളരെ ദരിദ്രമായ കുടുംബങ്ങളിൽ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം തീരെ കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമായിരിക്കണം ഇങ്ങനെയുള്ളത് എന്നാണ്. ഒരിക്കലുമല്ല. കഴിഞ്ഞയാഴ്ച എൻ്റെ മുൻപിലെത്തിയ ഒരു കേസ്, കേരളത്തിലെ ഒരു ശാസ്ത്ര സ്ഥാപനത്തിലെ സീനിയർ സയൻറ്റിസ്റ്റായ ഒരു ലേഡി അവരുടെ സഹപ്രവർത്തകൻ അവരോട് പെരുമാറുന്നതിലെ അന്യായത്തെക്കുറിച്ചുള്ള സങ്കടവുമായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമോ സംസ്കാരമോ ജീവിത സൗകര്യങ്ങളോ ഒന്നും സ്ത്രീക്ക് സഹായകമാകുന്നില്ല എന്ന അവസ്ഥ നിലവിലുണ്ട്. ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് പലർക്കും ശമ്പളം കിട്ടിയാൽ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു നാണയം ഒഴിയാതെ എണ്ണിക്കൊടുക്കേണ്ടുന്ന അവസ്ഥയുണ്ട്. എന്നിട്ട് ഭർത്താവ് വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രം പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മദ്യപാനമാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത്
മദ്യപാനം എന്നത് സർവ്വവ്യാപകമായ ഒരു അവസ്ഥയാണെങ്കിൽ, there is only one place upon the face of the earth where a greater amount of money is spent for drinking than for food. കേരളം 2012-13 വർഷത്തിൽ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിച്ചത് 10,000 കോടി രൂപയായിരുന്നു. 10,000 crore rupees was sent for drinks, while the amount spent for food was only 3,000 crores. 3,000 കോടി രൂപ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ മദ്യത്തിന് വേണ്ടി 10,000 കോടി ചെലവഴിച്ച ഭൂമുഖത്തെ ഏക പ്രദേശമാണ് കേരളം. ഈ മദ്യം എങ്ങോട്ട് പോകുന്നു? ഇത് പോകുന്നത് പുരുഷന്മാരുടെ, മദ്യപിക്കുന്നവരുടെ വയറ്റിലേക്ക് മാത്രമല്ല എന്ന് നമുക്കറിയാം. ഇതവരുടെ തലച്ചോറിലേക്കും മനസ്സിലേക്കും ചിന്തകളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും കൂടിയാണ് കടന്നു ചെല്ലുന്നത്. മദ്യപിച്ച് തലയ്ക്ക് പിടിച്ച ഒരാളുടെ പെരുമാറ്റം പേ പിടിച്ച നായയുടേത് പോലെയാണ് എന്ന് പറയാം. ഞാൻ ചില വിദേശ സർവകലാശാലകളിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അങ്ങനെ അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു സർവകലാശാലയാണ് അമേരിക്കയിലെ പെൻസിൽവാനിയ. ഈ സർവകലാശാലയിൽ നടന്ന ഒരു പഠനം അമിതമായ മദ്യപാനം പേവിഷത്തിന് തുല്യമായ സൈഡ് ഇഫക്ട്സ് തലച്ചോറിലുണ്ടാക്കുന്നു എന്ന് തെളിയിക്കുന്നു. ഇങ്ങനെ പേ പിടിച്ചതുപോലെ പെരുമാറുന്ന ഗൃഹനാഥന്മാർ അകാരണമായിട്ട് സ്ത്രീകളെ തല്ലിച്ചതയ്ക്കുന്നു, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. ദിവസം 1000 രൂപയ്ക്ക് പണിയുന്ന ഒരാൾ 1,500 രൂപയും മദ്യപിച്ച് കളയുന്നു. കുടുംബം പട്ടിണിയിലാവുന്നു, കുഞ്ഞുങ്ങൾ അനാഥരാവുന്നു. മാത്രമല്ല, അയാളുടെ മാനസിക സമനില തെറ്റി അയാൾക്ക് ഭാര്യയെ സംശയമാകുന്നു, ഭാര്യയ്ക്ക് മറ്റെന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് ആരോപിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ അപ്പാടെ തകർത്ത് ദയനീയമായ ഒരു സ്ഥിതിവിശേഷമുണ്ടാക്കുന്നുണ്ട് മദ്യപന്മാരായ പുരുഷന്മാർ. മറ്റൊന്ന് മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. നാം അറിയാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ മയക്കുമരുന്ന് അതിൻ്റെ വിഷലിപ്തമായ സാന്നിധ്യം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്ത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ചെറിയ പൊതികളാക്കി വിൽക്കാൻ ശ്രമിക്കുന്നവർ, വിറ്റഴിക്കുന്നവർ ധാരാളമായിക്കൊണ്ടിരിക്കുന്നു. ഇത് വാങ്ങിച്ച് ഫലിതത്തിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ആദ്യമൊന്ന് ശീലിക്കുന്നവരിൽ പലരും ഇതിൻ്റെ അടിമകളായി തീരുന്നു. അവരുടെ മനോനില തെറ്റി രോഗാതുരമായ മനസ്സോടെ അവർ കുടുംബത്തിന് ശാപമായി തീരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം നമ്മുടെ സ്ത്രീകളുടെ ജീവിതം വളരെ ദുരിതകരമാണ്. ഇതിനൊപ്പം തന്നെ വളരെ രൂക്ഷമായ മറ്റൊരു സ്ഥിതിവിശേഷം സ്ത്രീകൾക്ക് നിയമത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. പ്രണയമെന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും വളരെ പെട്ടെന്ന് ചതിക്കുഴികളിൽ വീഴിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്കറിയാം. ഫേസ്ബുക്കിലൂടെയോ മൊബൈൽ ഫോണിലൂടെയോ പരിചയപ്പെടുന്നവരുമായി അമിതമായി അടുത്തിടപഴകുകയും ബന്ധം സ്ഥാപിക്കുകയും അവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് പിന്നാലെ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ധാരാളം. 1 മാസം മുൻപ് ആലപ്പുഴയിൽ ഒരു പെൺകുട്ടി കാലത്ത് വന്ന് ബസ്സിറങ്ങി. ആലപ്പുഴയിൽ വനിതാ കമ്മീഷൻ്റെ അദാലത്ത് നടക്കുന്ന ദിവസമാണെന്ന്. ഈ പെൺകുട്ടി തിരുവനന്തപുരത്തെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് M.Tech പാസ്സായ ഒരു ജോലി പ്ലേസ്മെൻറ്റ് ഓർഡർ കിട്ടിയിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടി ആലപ്പുഴയിൽ വന്നിറങ്ങിയത് അവിടെ ഒരു ചെറുപ്പക്കാരനുമായി മൊബൈലിലുള്ള പരിചയം മൂത്ത് പ്രണയമായി അയാൾ വിവാഹം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചതനുസരിച്ചാണ്. അവളോട് ഇയാൾ പറഞ്ഞത് അയാളൊരു അഭ്യസ്ത വിദ്യനാണ്, അയാളും ഒരു എൻജിനീയറാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ അവളെ കാത്തു നിന്ന 1-2 പേര് അവരുടെ പെരുമാറ്റത്തിൽ ഇവൾക്ക് എന്തോ സംശയം തോന്നി. അവൾ ആരോടോ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആലപ്പുഴയിൽ ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന നിരവധി കേസുകൾ സ്വന്തം പേരിലുള്ള ഒരു ക്രിമിനലായ വ്യക്തിയാണ്. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. എൻജിനീയർ ആണെന്ന വ്യാജേന ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലായി.
അവളെ ഇവിടെ എത്തിച്ചത്. ഈ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് അവരൊരു ലോഡ്ജിലേക്ക് പോകുന്ന വഴിക്കാണ് പോലീസ് തടഞ്ഞു നിർത്തി വനിതാ കമ്മീഷൻ്റെ മുൻപിൽ എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്ത്രീകൾക്ക് നിയമത്തെക്കുറിച്ചുള്ള ബോധം വളരെ കുറവാണ്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ ലോകപരിചയമോ ഒന്നും അവർക്ക് നിയമബോധം നൽകുന്നതിന് ഇതുവരെ സഹായകമായിട്ടില്ല എന്നതാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ മഹത്തായ അമൃതാനന്ദമയി മഠം എന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം സേവന സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപായിരുന്നു ഈ പ്രസ്ഥാനം നിലനിന്നിരുന്നതെങ്കിൽ ദേശീയത്തിൽ ബന്ധപ്പെടുകയും മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമ്മ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭാരതത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണെന്നിരിക്കെ കുടുംബത്തിൻ്റെ വിളക്കായി നിലനിൽക്കേണ്ടുന്ന സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം സ്ത്രീകളുടെ ജീവിതം നരകതുല്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും സേവനദാതാക്കളായി കണ്ണും കാതും നാവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം വളരെയധികം അത്യാവശ്യമാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന മഹത്തുക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക? എന്താണ് ഈ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഹൗ ക്യാൻ വി ലൈറ്റ് അപ്പ് ദർ ലൈഫ്സ്? അതാണ് നാം ആദ്യം സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അപകടങ്ങളിൽ പെടുന്നതിന് കാരണം അറിവില്ലായ്മയാണ്. ഒരു ഇലക്ട്രിക് ഉപകരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിവില്ലാത്തയാൾ ചിലപ്പോൾ പ്ലഗ് പോയിന്റിൽ തൊട്ടുവെന്ന് വരും അത് കുത്തിവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയ വയറിൻ്റെ ഭാഗത്ത് തൊട്ടുവെന്ന് വരും അത് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ. അങ്ങനെ അപകടം വരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഹി ഡസൻ നോ വാട്ട് വിൽ ഹാപ്പൻ. ഹി ഡസൻ നോ അബൌട്ട് ദ കോൺസിക്വൻസസ്. അനന്തരഫലങ്ങളെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട്. ഇത് തന്നെയാണ് നല്ലൊരു പങ്ക് സ്ത്രീകൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനന്തരഫലങ്ങൾ എന്താണ് എന്നറിയാതെയാണ് അവരപകടത്തിൽപ്പെടുന്നത്. അടുത്ത ഇടയ്ക്ക് ഏതാണ്ട് ഒരു 10 ദിവസം മുൻപ് എൻ്റെ മുൻപിൽ പരാതിയുമായി വന്ന ഒരു പെൺകുട്ടി, ഇടുക്കി ജില്ലക്കാരിയാണ്. പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെട്ടത് അവൾക്ക് വിവാഹമോചനം വേണം എന്നാണ്. ചോദിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് അവൾക്ക് 17 വയസ്സേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എനിക്ക് വിവാഹമോചനം മേടിച്ചു തരണം മാഡം. ഈ 17 വയസ്സുള്ള 3 വർഷം മുമ്പ് 14-ാം വയസ്സിൽ വിവാഹം കഴിച്ച പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ ചെയ്യേണ്ടത് അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ്. കാരണം 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാൻ അനുമതിയില്ല. ഇതറിയില്ല, അച്ഛനും അറിയില്ല, മകൾക്കും അറിയില്ല. അപ്പോൾ നിയമത്തെക്കുറിച്ച് അറിയായിക കൊണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയായിക കൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടുന്ന ധാരാളം ആളുകൾക്ക് അറിവാണ് മോചനമാർഗം. നോളജ് ഈസ് ദ വേ ഔട്ട്. നോളജ് ഈസ് ദ സൊല്യൂഷൻ ടു മെനി പ്രോബ്ലംസ് ദാറ്റ് കൺഫ്രോണ്ട് ദോസ് ഹൂ ഡു നോട്ട് നോ. അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. സേവനദാതാക്കൾ എന്ന നിലയ്ക്ക് രംഗത്ത് വരുന്ന ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് ബോധവൽക്കരണ പ്രക്രിയ നടത്തുക എന്നത് തന്നെയാണ്. വനിതാ കമ്മീഷൻ നമ്മുടെ രാജ്യത്തെ കോടതികളെ പോലെ തന്നെ സിറ്റിംഗ് അല്ലെങ്കിൽ അദാലത്തുകൾ, വിചാരണകൾ നടത്തുകയും കുറ്റക്കാരെ അതേസമയം പരാതിക്കാരെയും വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം അദാലത്തുകളും വിചാരണകളും ഒക്കെ ഒരു പ്രശ്നം പരിഹരിക്കൽ എന്ന നടപടി മാത്രമാണ്. നാം വിശ്വസിക്കുന്നത് പ്രതിരോധമാണ് പരിഹാരത്തെക്കാൾ നല്ലത് എന്നതാണ്. We believe that prevention is better than cure. പ്രശ്നമുണ്ടായതിന് ശേഷം, സംഘർഷം സംജാതമായതിന് ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ ആവശ്യം പ്രശ്നമുണ്ടാവാതെ, കുഴപ്പമുണ്ടാവാതെ മുൻകരുതൽ സ്വീകരിക്കുക എന്നതാണ്. എന്തുകൊണ്ട്? ഏത് പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞാലും ശരി, അതിൻ്റെ മുറിപാട് അവിടെ ഉണ്ടാവും. Even though the wound is cured, you can see the scar retained there.
It will always be there. The scars will be there. And every scar is a reminder of an injury that was caused. ഓരോ മുറിവിനും, മുറിവുണങ്ങിയാലും ശരി, ഒരു വടു, ഒരു പാട് അവിടെ അവശേഷിപ്പിക്കും. അവശേഷിക്കുന്ന പാട് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കൽ മുറിവുണ്ടായിരുന്നു, ഒരിക്കൽ മുറിവുണ്ടാക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത്തരം ഓർമ്മപ്പെടുത്തലുകൾ പോലും ചിലപ്പോൾ പിന്നീട് പ്രശ്നങ്ങളായി വരാറുണ്ട്. കാരണം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ഒരുമിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ടാലും ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ പണ്ട് നീ എന്നെ കോടതി കയറ്റിയതല്ലേ എന്ന് ചോദിച്ച് ഭർത്താവ് ഭാര്യയോട് വഴക്കുണ്ടാക്കും. അന്ന് നിങ്ങൾ എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചതല്ലേ എന്ന് ചോദിച്ച് ഭാര്യ ഭർത്താവിനോടും വഴക്കുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യം ഇത്തരം മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അത് ഉണക്കലല്ല, സൗഖ്യപ്പെടുത്തലല്ല, മുറിവുകൾ ഉണ്ടാവുന്നതിന് മുൻപുള്ള മുൻകരുതൽ സ്വീകരിക്കുക. അതാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു ബോധവൽക്കരണ പ്രക്രിയ സമൂഹത്തിൻ്റെ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ, ആദ്യം സൂചിപ്പിച്ച ജലോപരിതലം മുതൽ ഇങ്ങ് താഴെ വരെ ചെന്നെത്തേണ്ടതുണ്ട്. രണ്ടാമത്, ഈ ബോധവൽക്കരണ പ്രക്രിയ ഒരിക്കൽ നടത്തിയാൽ മതിയാവുന്നതല്ല, ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. കാരണം മനുഷ്യപ്രകൃതം ചില നല്ല കാര്യങ്ങൾ മറന്നു കളയുന്നതിലുള്ള താല്പര്യം കൂടി ചേർന്നതാണ്. കേൾക്കുന്ന നല്ല കാര്യങ്ങൾ നാം ഒക്കെ ഓർത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ ജീവിതം എത്രമാത്രം മെച്ചപ്പെടുമായിരുന്നു എന്ന് നമുക്കറിയാം. കേൾക്കുന്ന നല്ല കാര്യങ്ങൾ പരിശീലിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് നിർബന്ധമായും സേവനദാതാക്കൾ ഇത്തരം ബോധവൽക്കരണ പരിപാടിയിലേക്ക് ആളുകളെ വീണ്ടും വീണ്ടും ആകർഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് യാതൊരു സംസ്കാരവും നിത്യജീവിതത്തിൽ പുലർത്താത്ത ആളുകളെ ആയിരിക്കും. എൻ്റെ മുമ്പിൽ വരുന്ന കേസുകൾ അവരെ തൊട്ട അയൽപ്പക്കക്കാർ തമ്മിൽ ഒരു ചെറിയ കാര്യത്തെ ചൊല്ലി വഴക്ക് ഉണ്ടാക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ആയപ്പോൾ എന്നെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് ഒരു സ്ത്രീ പരാതി പറയുന്നത്, ഞങ്ങൾ വെള്ളം കോരുന്ന കിണറിൻ്റെ കരയിൽ അയൽക്കാരി കൊണ്ട് പട്ടിയെ കെട്ടിയിട്ടു. അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി, അതിനെ ചൊല്ലി തല്ല്, ബഹളം. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ അന്യൻ്റെ ജീവിതം കൂടി ജീവിക്കപ്പെടേണ്ടതാണ് എന്ന കരുതലില്ലാതെ പരസ്പരം പോരടിക്കുന്നവരെ കാണാം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിശബ്ദരും നിസ്സഹായരുമായ ദൃക്സാക്ഷികളായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണേണ്ടി വരും. അച്ഛനും അമ്മയും പരസ്പരം ആരോപിക്കുന്ന എല്ലാ കുറ്റങ്ങളും കേട്ടുകൊണ്ട് അവർ പരസ്പരം എറിയുന്ന ദുഷിച്ച വാക്കുകൾ സഹിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണേണ്ടി വരും. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ പുസ്തകങ്ങളും പുണ്യകരമായ വിഷയങ്ങളും മനസ്സിലെത്തേണ്ടുന്ന പ്രായത്തിൽ ഏറ്റവും മോശമായത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് കാണേണ്ടി വരും. ഇവരെയൊക്കെ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു സേവനദാതാവിന് ആദ്യമുണ്ടാകേണ്ടത് വളരെ സഹിഷ്ണുതയുള്ള വിശാലമായ ഒരു മനസ്സാണ്. Expect nothing good from the society that you are going to work with. You must be ready to face the worst. I speak from my experience as a peace builder in various societies. ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് നിരവധി പ്രദേശങ്ങളിലും ഒരു അന്തർദേശീയ സമാധാന സ്ഥാപക, ഇൻ്റർനാഷണൽ പീസ് ബിൽഡർ എന്ന നിലയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിരാശയിൽപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ആഞ്ഞടിച്ചു എന്ന് വരും. ആഡിസ് അബാബ യൂണിവേഴ്സിറ്റിയിൽ 2 വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ, 2 മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ തകർക്കപ്പെട്ട ഒരു കോളനി പ്രദേശത്ത് ഞങ്ങൾ സമാധാന ദൂതുമായി എത്തിയപ്പോൾ ഒരു വൃദ്ധയായ അമ്മ എൻ്റെ മുഖത്തേക്ക് ചാടി അടിക്കാനൊരുങ്ങി. കടലാസ് വലിച്ചെറിയാൻ തുടങ്ങി എൻ്റെ മുഖത്തേക്ക്. നിങ്ങൾ ആരും വരണ്ട, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊന്നും കേൾക്കണ്ട എന്നായിരുന്നു പ്രതികരണം. തിരിച്ചു ഞാൻ അതേ വാക്കുകൾ ഉപയോഗിച്ചാൽ സമാധാന ശ്രമം അവിടെ അവസാനിക്കുന്നു. My attempt to build peace ends if I react in the same way. അതല്ല വേണ്ടത്. സേവനദാതാവിന് സഹിഷ്ണുതയുള്ള മനസ്സുണ്ടാവണം.
വിശാലമായ കാഴ്ചപ്പാടുണ്ടാവണം. ആദ്യമായി മറ്റൊരാളിൻ്റെ സ്ഥാനത്ത് നമ്മെ പ്രതിഷ്ഠിക്കാനുള്ള മനോനൈർമല്യമുണ്ടാവണം. അയാളുടെ സ്ഥാനത്താണ് ഞാൻ എന്ന് ചിന്തിക്കണം. കേൾവിക്കാരൻ്റെ, അനുഭവിക്കുന്നവൻ്റെ സ്ഥാനത്ത് നിങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. രണ്ടാമത്, നമ്മുടെ നിലപാടുകൾ ഒരിക്കലും ജഡ്ജ്മെൻ്റൽ ആവരുത്. ഇയാൾ ശരി, ഇയാൾ ചീത്ത, അയാൾ നല്ലത്, ഇവർ മോശം എന്ന നിലയ്ക്കുള്ള വിധി പ്രസ്താവിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാവരുത് നമ്മുടേത്. നമ്മുടെ മുൻപിൽ കാണുന്നത് മനുഷ്യ ജീവിതങ്ങളാണ്. We have opened a book of human life, and upon the pages we find life in its various forms, life in its various postures, life in its various hues. ഇതൊക്കെ ജീവിതമാണ്. പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുൻപിൽ നിരക്കുന്നതൊക്കെ ജീവിതമാണ്. എല്ലാ ജീവിതവും ഒരേപോലെ പ്രധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടും സമീപനവുമാവണം നമ്മുടേത്. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സേവനദാതാവാകാൻ പരിശ്രമിക്കാൻ കഴിയൂ. ഈ ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് അപ്പുറം സേവനദാതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാരു വേണം എന്ന് അവർക്കറിയാത്ത ഒരവസ്ഥയുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. പലപ്പോഴും അവർക്ക് ആവശ്യം പ്രശ്നം പരിഹരിക്കാൻ ഒരാളെപ്പോലുമല്ല, മറിച്ചൊരു ശ്രോതാവിനെയാണ്. നാം ജീവിക്കുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് സൊസൈറ്റി ദാറ്റ് വി ആർ ലിവിങ് ഇൻ. And in this fast moving society, nobody has time to listen to another person. We don't care about the people who sit around, people who walk with us. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരും പറയുന്നത് ആർക്കും കേൾക്കാൻ സമയമില്ലാത്ത, മറ്റൊരാളിനെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നിങ്ങളൊരു നല്ല ശ്രോതാവാകുകയാണ് വേണ്ടത്. നിങ്ങൾ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ചിലർക്ക് അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാത്, സാരമില്ല ഇതൊക്കെ പരിഹരിക്കാനാവും എന്ന് പറഞ്ഞുകൊണ്ട് തോളത്തൊരു തലോടൽ, അതുപോലും അവർക്ക് ഒരു അമൃതവർഷമായി അനുഭവപ്പെട്ടേക്കാം. ജസ്റ്റ് എ പേഷ്യന്റ് ലിസണിങ് ഇയർ ആൻഡ് എ പാറ്റ് ഓൺ ദ ഷോൾഡർ വിൽ റിലീവ് ദം ഓഫ് ഓൾ ദ പെയിൻ. അതിന് നിങ്ങൾ തയ്യാറാവണം. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സേവനദാതാക്കളായ ആളുകൾ വളരെ കർക്കശമായി, വളരെ സിവിയറായി അവരുടെ മുൻപിൽ പരാതിയുമായിട്ട് എത്തുന്നവരോട് പെരുമാറുന്നത്. അങ്ങനെ ആവാതിരിക്കട്ടെ നമ്മുടെ പെരുമാറ്റം. നമുക്ക് കാരുണ്യത്തിൻ്റെ ഭാഷയിൽ, സഹതാപത്തിൻ്റെ ഭാഷയിൽ, സാഹോദര്യത്തിൻ്റെ ചലനങ്ങളിലൂടെ വേണം നാം അവരെ സമീപിക്കാൻ. എങ്കിൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ നിങ്ങളോട് മനസ്സ് തുറക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്, സേവനദാതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾഡ് ആക്ടിവിറ്റി ഉണ്ടാകണം. കൃത്യമായ ഒരു പ്രവർത്തന പന്ഥാവ് ഉണ്ടാകണം. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു കുടുംബത്തെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ എന്ത് സേവനമാണ് അവർക്ക് കൊടുക്കുന്നത്? ഇതിന് നിങ്ങൾക്ക് നിയമപരിജ്ഞാനം ആവശ്യമാണ്. ഇവിടെ എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ശ്രീ മുരളീധരൻ നിങ്ങൾക്ക് നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിയമപരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിയമപരമായി അവർക്ക് നൽകാവുന്ന സേവനങ്ങൾ നൽകുകയും ചെയ്യണം. നാലാമത്, ഒരിക്കലും നമ്മുടെ ശ്രമം മുറിച്ചു മാറ്റുകയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദാറ്റ്സ് വാട്ട് ഫാമിലി കോർട്ട്സ് സംടൈംസ് ഡു. They make it a point of giving separation or making legal separation possible. അത് ആവശ്യവുമാണ്. വിവാഹമോചനം, നിയമപരമായ വേർപെടുത്തൽ ഒരു പരിധിവരെ പലപ്പോഴും ആവശ്യമാണ്. പക്ഷേ സേവനദാതാക്കൾ എന്ന നിലയിലുള്ള നിങ്ങളുടെ പ്രാഥമിക ശ്രമം ബന്ധങ്ങൾ
റിപ്പയർ ചെയ്യുക, മെൻഡ് ചെയ്യുക എന്നതായിരിക്കണം. മുറിവേറ്റ മനസ്സുകളെ തഴുകി താലോലിച്ച് വീണ്ടും സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇന്ത്യ വിശ്വസിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്. കുടുംബമാണ് എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കുടുംബ ഭദ്രതയാണ് ഒരാളുടെ വളർച്ചയ്ക്ക് നിദാനമെന്ന് നാം കരുതുന്നു. മാത്രമല്ല, എവിടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ തകരുന്നുണ്ടോ അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മുറിവേൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വൈകല്യം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സേവനദാതാക്കൾ എന്ന നിലയിൽ പരമാവധി കുടുംബങ്ങളെ ഒരുമിപ്പിക്കാനും ഭദ്രത നിലനിർത്താനും വേണ്ടി ശ്രമിക്കുക. അണുകുടുംബങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജോയിൻറ്റ് ഫാമിലീസ്, കൂട്ടുകുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ, സഹോദരങ്ങളുടെ ഭാര്യമാർ തമ്മിൽ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ശ്രമം വിഫലമാവുകയില്ല എന്ന കാര്യത്തിൽ. വളരെ ആസൂത്രിതമായി, ആലോചനാപൂർവം, അനുതാപപൂർവം നിങ്ങൾ ഈ വേദിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലവത്താകുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് എൻ്റെ സമയം വളരെ പരിമിതമാണ്. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളോട് ഏതാണ്ട് 11:45 വരെ 2-2.5 മണിക്കൂർ സമയം സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും സന്തോഷത്തിലുമാണ് വന്നതെങ്കിലും എനിക്ക് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് അമ്മയെ കാണാൻ കഴിയുന്നു എന്ന സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ടോക്ക് അവസാനിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഞാനിതിൽ സന്തുഷ്ടയാണ് എന്ന് തന്നെ പറയാം. കാരണം എല്ലാ നഷ്ടങ്ങളുടെയും ഫലമായിട്ടാണ് ലാഭങ്ങൾ ഉണ്ടാവുന്നത്. ഒരു മരം മറിഞ്ഞു വീഴുമ്പോൾ അതിലെ ഇലകൾ പൊഴിയുമ്പോൾ ഇലകൾ പോയല്ലോ എന്ന് നമുക്ക് ദുഃഖം തോന്നും. പക്ഷേ ഇലകൾ മണ്ണിൽ അഴുകിച്ചേർന്ന് വളമായി മറ്റൊരു പുതിയ തൈ വളർന്നു വരികയാണ്. സോ there is a gain after every loss. So it's a loss that I cannot continue talking to you for one more hour, but I am really happy to get a meeting of the great mother. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങളോട് സൂചിപ്പിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ഇനിയും നമ്മൾ ഒരുമിച്ച് വരുമെന്നും ഒരുമിച്ച് സംസാരിക്കുമെന്നും ഒരു വലിയ പദ്ധതി നാം ഒരുമിച്ച് ആരംഭിച്ച് ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോയി ലക്ഷ്യത്തിലെത്തിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കേൾക്കുന്നതൊന്നും മറന്നു കളയാതിരിക്കുക. ജീവിതത്തിൽ ചെറുതെന്നും നിസ്സാരമെന്നും തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ പ്രധാനമാണ്. ഓർത്ത് സൂക്ഷിച്ച് പ്രവൃത്തിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയുക്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിലൊന്ന്, ഞാൻ നിർദ്ദേശിച്ച വനിതാ കമ്മീഷൻ ഇപ്പോൾ എൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവാഹപൂർവ്വ പരിശീലന പരിപാടിയാണ്. നമുക്ക് ചെറിയൊരു ജോലി കിട്ടിയാലും അതിനൊരു പരിശീലനമുണ്ട്. ടൈപ്പിസ്റ്റായിട്ട് ഒരാൾക്ക് ജോലി കിട്ടിയാലും 1 മാസക്കാലം, ചിലപ്പോൾ 6 മാസക്കാലം അപ്രന്റീസ്ഷിപ്പാണ്, പരിശീലനകാലമാണ്. പക്ഷെ യാതൊരു പരിശീലനവും ഇല്ലാതെ ചെയ്യാവുന്ന ഒരേ ഒരു ജോലി കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. യാതൊരു പരിശീലനവും വേണ്ട. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ കല്യാണം കഴിക്കുന്നു, കുടുംബജീവിതം ആരംഭിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സ്കിൽഡായ ഒരു ജോലിയാണ് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇങ്ങനെ പരിശീലനമില്ലാതെ ഈ മേഖലയിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ട് എന്തു പറ്റുന്നു? ആ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യം വിവാഹപൂർവ്വ പരിശീലന പരിപാടി നിർബന്ധമായും നടത്തുക. വനിതാ കമ്മീഷൻ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഞാനത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അത് തുടങ്ങുന്നതിന് വേണ്ടുന്ന ഒരു സജഷൻ ഞാൻ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അമ്മയത് വളരെ കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വിവാഹപൂർവ്വ പരിശീലനം മാത്രം പോരാ, വിവാഹിതരായവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിശീലനം കൂടി വേണം. ഒരു ഫാമിലി റിന്യൂവൽ. 2 വർഷം കഴിഞ്ഞു ഇനി ഒരു പരിശീലനം, 5 വർഷം കഴിഞ്ഞു ഒരു പരിശീലനം. കാരണം എവറി റിലേഷൻഷിപ്പ് നീഡ്സ് എ ഷാർപ്പനിങ്. അങ്ങനെയല്ലേ? വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന കത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് മൂർച്ച കൂട്ടാറില്ലേ? അരകല്ലിലൊക്കെ ഉരച്ചൊരച്ച് മൂർച്ച കൂട്ടാറില്ലേ? എവറിത്തിങ് നീഡ്സ് എ ഷാർപ്പനിങ്. മൂർച്ച കൂട്ടൽ ആവശ്യമാണ്, ബന്ധങ്ങൾക്കും ആവശ്യമാണ്. ഇത് മറ്റൊരു കാര്യമാണ്. പിന്നെ മദ്യപാനത്തിനെതിരെയുള്ള ചില ബോധവൽക്കരണങ്ങൾ, ചികിത്സാ പദ്ധതികൾ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പരിമിതി മൂലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം മികച്ച സേവനദാതാക്കളും നമ്മുടെ ലോകത്തെ മികച്ചതാക്കാനുള്ള ശ്രമം നടത്തുന്നവരുമായി തീരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നമസ്കാരം.